ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് ചെയ്യും. നാളത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ കൊടുക്കുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസിലാണ്. സോ എല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആ ലെവൽസ് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ട്രേഡ് ചെയ്യാനെടുത്ത് കോഷൻ വെക്കണം, ബിക്കോസ് മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് ആദ്യം പഠിച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഞാൻ ഇതൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഇപ്പോൾ വരച്ച് വെച്ചേക്കുന്ന എല്ലാ ലെവൽസ് ലാസ്റ്റ് വീഡിയോ, ഞാൻ ഇന്നലത്തെ വീഡിയോ, ദാറ്റ് മീൻസ് ഫ്രൈഡേ കൊടുത്ത വീഡിയോ, സാറ്റർഡേ കൊടുത്ത വീഡിയോ, അതിൽ ആ ലെവൽസ് തന്നെയാണ് സെയിം. ഇപ്പോൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഫോർ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്ത ലെവൽസാണ് ഇത്. 24,860 ആൻഡ് അബവ്, റെസിസ്റ്റൻസ് 960 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എന്തായി, ഇന്ന് ആക്ച്വലി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് താഴേക്ക് കൊണ്ടുവന്നു. എക്സാക്റ്റ് ഏകദേശം ഒരു നമ്മുടെ ലെവൽ 24,860 ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് ചെറിയ ഷോർട്ട് കവറിങ് പോലെ അങ്ങനെ വരാൻ ചാൻസ്. ദാറ്റ് മീൻസ് നിഫ്റ്റി ഇതിൻ്റെ അബവ് പോയാൽ ഷോർട്ട് കവറിങ് വരാൻ ചാൻസസ് ഉണ്ട്. റീസൺ കൺസൾട്ടേഷൻ ഒത്തിരി കൺസൾട്ടേറ്റ് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗ്യാപ്പ് അപ്പ് ആയി ദെൻ താഴേക്ക് വന്നു. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 4-5 പോയിന്റ് മിസ്സായിട്ടുള്ളൂ. ബട്ട് വീണ്ടും അവിടെ നിന്ന് അവർ പ്രൈസ് പൊക്കി. കണ്ടോ, നമ്മുടെ ടാർഗറ്റ്സ്, നമ്മൾ പറഞ്ഞ ടാർഗറ്റ്സ് എല്ലാം അച്ചീവ് ആയിട്ടുണ്ട്. ഞാൻ ടാർഗറ്റ് ഇവിടെ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു 25,000 മാത്രം. അതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓവറോൾ നിഫ്റ്റിയിൽ അത്ര മറ്റേ ബുളിഷ് അല്ല. നിഫ്റ്റിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഒന്നും ചാർട്ട് പാറ്റേൺ കാണുന്നില്ല. നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി മച്ച് ബെറ്റർ ദാൻ നിഫ്റ്റി. സോ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ചെയ്യുക. ഞാൻ നിഫ്റ്റിയിൽ സ്കാൽപ്പിങ് ചെയ്യാം. ഞാൻ ആക്ച്വലി നിഫ്റ്റി ട്രേഡറാണ്. മോസ്റ്റ്ലി ഞാൻ നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യാറുള്ളൂ. ബാങ്ക് നിഫ്റ്റി റെയർലി ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കും. ബട്ട് നൗ ഡേയ്സ് ലാസ്റ്റ് ഒരു വീക്കായിട്ട് നെക്സ്റ്റ് വരുന്ന വീക്കുകളും ഈ വീക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് കൂടുതൽ മൂവ്മെൻറ്റ് ദെൻ നിഫ്റ്റി. അതിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി. കാരണം ബാങ്ക് നിഫ്റ്റി പ്രൈസ് ആക്ഷൻ ബെറ്ററാണ്. കൺസൾട്ടേഷൻ ഒരുപാട് കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ താഴെ കിടക്കുന്നു. ബട്ട് നിഫ്റ്റി നിയർ ഓൾ ടൈം ഹൈ തന്നെയാണ്. സോ ഇനി മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ സ്ലോ ആയിരിക്കും. ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ സഡൻ ആൻഡ് ഹ്യൂജ് ആയിരിക്കുള്ളൂ. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ഞാൻ 1 വീക്കായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ലെവൽസൊക്കെ എല്ലാം ബാങ്ക് നിഫ്റ്റി ഹൈലി ഞാൻ ഉദ്ദേശിച്ച മൂവ് കിട്ടിയിട്ടില്ല. ബട്ട് പ്രൈസ് സ്റ്റിൽ 51,000 അബവ് ആണ് ഇനി വന്നേക്കുന്നതാണ്. ഞാൻ കൊടുത്ത ലെവൽസിൻ്റെ അബവ് തന്നെയാണ് ഡെയിലി പ്രൈസ് മുകളിൽ കൂടുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ എക്സാക്ട്ലി ആണ്. വലിയ ഒരു മാറ്റം വരുന്നില്ല. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഹ്യൂജ് ബ്രേക്കൗട്ട് നമുക്ക് കാണാൻ കിടക്കണുള്ളൂ. എൻ്റെ റെഗുലർ വ്യൂസ് നന്നായിട്ട് അറിയാം. 51,250 350 സെല്ലിംഗ് സോൺ ആയിരുന്നു. അവിടെ ചെറിയ സെല്ലിംഗ് പ്രഷർ വരും. ബട്ട് അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ, ക്ലോസിംഗ് കിട്ടിയാൽ ബാങ്ക് നിഫ്റ്റിയുടെ, ദെൻ ബാങ്ക് നിഫ്റ്റി തീർച്ചയായിട്ടും പറക്കും. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ലൈക്സ് ഡെയിലി കാണുന്നുണ്ട്. ലൈക്സും വ്യൂസും കിട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബറും അത്യാവശ്യം നന്നായിട്ട് കൂടുന്നുണ്ട്. തന്നെ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇനി ഷെയർ ചെയ്യുക. താങ്ക് യു ദോസ് ഹു ആർ ഷെയറിങ് മൈ വീഡിയോസ് ആൻഡ് ലൈക്കിംഗ് ദ വീഡിയോസ്. താങ്ക് യു സോ മച്ച് ഇൻ അഡ്വാൻസ്. ഓക്കെ, സോ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. നാളത്തെ ആക്ച്വലി ഇത് കണ്ടോ, ഞാൻ പോൾ ആൻഡ് ഫ്ലാഗ് പോലെയാണ് ഇപ്പോൾ ഇന്ന് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഇത്. ഇപ്പോൾ പോൾ ആൻഡ് ദെൻ അതിൻ്റെ ഫ്ലാഗാണ്. കൺസൾട്ടേഷൻ ഒരുപാട് ഇന്നും കഴിഞ്ഞു നന്നായിട്ട്. വീണ്ടും എക്സ്പെക്റ്റേഷൻ ഇത് തന്നെയാണ്. നാളെ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. എക്സ്പെക്റ്റേഷനാണ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ദെൻ സഡൻ 25,750 ഞാൻ ലെവൽ ഇപ്പോൾ തന്നെ വരച്ചിട്ടുണ്ട്. 25,750. റീസൺ ഇവിടെ നിന്ന് ഫ്രഷ് സെല്ലിംഗ്, ഓൾ ടൈം ഹൈറ്റ് അവിടെ ഒരു ഫ്രഷ് സെല്ലിംഗ് സ്പൈക്ക് കേട്ടോ. സ്പൈക്ക് കഴിഞ്ഞിട്ടാണ് ഒരു 25,065 ഏകദേശം പറയുന്നത്. അവിടെ നിന്നാണ് ഒരു ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആകുന്നത്. ഞാൻ എൻ്റെ ലെവൽസ് കൊടുക്കുന്ന ലെവൽസ് എല്ലാം റെഗുലർ വ്യൂവേഴ്സ് നന്നായിട്ട് അറിയാം. ഞാൻ ഒക്കെ ലെവൽസ് കൊടുക്കുന്നത് എല്ലാം റീസൺ ഉണ്ടാവും. അല്ലാതെ വെറുതെ ചുമ്മാ അങ്ങനെ അറിയാൻ ഷെയർ ചെയ്യുക മറ്റേ ലെവൽസ് ഞാൻ കൊടുക്കാറില്ല കേട്ടോ. സോ നാളത്തേക്ക് ഫസ്റ്റ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ ദെൻ മോർ അപ്പ് സൈഡ് 24,650 65 or to 70 അബവ് സസ്റ്റെയിൻ മോർ അപ്പ് സൈഡ് കിട്ടും. 25,100 50 പോയിൻറ്റ്സ് വെച്ച് ട്രയൽ ചെയ്യാം. നിങ്ങൾ നിഫ്റ്റി ട്രേഡർ ആണെങ്കിൽ നിഫ്റ്റിയിൽ എന്തായാലും നമ്മൾ കണ്ണ് വെക്കേണ്ടി വരുമല്ലോ. സോ പിന്നെ ഈ ലെവൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ, ബൈ ചാൻസ് നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഫ്ലാറ്റ് നെഗറ്റീവ് എന്തെങ്കിലും ഓപ്പണിംഗ് 25,000 ബിലോ സസ്റ്റെയിൻ ആണെങ്കിൽ 24,965 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ ഇവിടെ ഒരു നല്ലൊരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ 15 മിനിറ്റ് ചാർട്ടിലാണ്. 1 2 3 ഇത് ഒരുപാട് 4 സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ടാപ്പ് 1 second
ഓൾമോസ്റ്റ് 4-5 ടാപ്സ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇനി പോസിബിൾ ആണ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇവിടെ വരെ വരും 24,870 നിയർ ആണ് നമ്മുടെ സപ്പോർട്ട്. ഓക്കെ, യെസ്റ്റർഡേ ഹൈ ആണ്, ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയത് അത് തന്നെ. സോ ഇത് ഗ്രീൻ ലൈൻ ആക്കി മാറ്റി വെച്ചേക്കണം, ഗ്രീൻ ലൈൻ ആക്കണം കേട്ടോ, കാരണം സപ്പോർട്ട് സോൺ ആണ്. സോ അങ്ങനെ വരച്ച് വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ പെർമനൻ്റ്ലി എക്സാക്ട്ലി നമ്മൾ വരച്ച് വെക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് നല്ല ഒരു ഐഡിയയും കിട്ടും, നമുക്ക് കൺഫർമേഷനും കിട്ടും. ബൈ ചാൻസ് നാളെ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, കണ്ട ഇവിടെ ഒരു സപ്പോർട്ട് സോണാണ് നമ്മുടെ, ഇങ്ങനെ ഇത് പവർഫുൾ സപ്പോർട്ട് സോൺ ആയത്, എങ്ങനെ ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയിരുന്നു, മനസ്സിലായോ? സോ അതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, ബട്ട് പ്രൈസ് ഇതിൻ്റെ അബവ് പോയി. സോ ഇപ്പോൾ എന്തായത് നമ്മുടെ സപ്പോർട്ട് സോണായി. ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ നിന്ന് ഈ ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ വരച്ച് വെക്കണം, നമുക്ക് അറിയാൻ പറ്റും. യെസ്, നമുക്ക് ഇത് സപ്പോർട്ട് സോൺ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ബൈ ആണ് ചെയ്യേണ്ടത്, സെല്ലല്ല. ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആണെങ്കിൽ ഇതിന് സെല്ലാണ്, അല്ലെങ്കിൽ പ്രൈസ് ഇവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതൊക്കെ എല്ലാം നമ്മളങ്ങനെ മാർക്ക് ചെയ്ത് വരച്ച് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ കാര്യമായിട്ട് പറയാനില്ല. ബാങ്ക് നിഫ്റ്റിയിലേക്ക് തന്നെ കിടക്കാം, കാരണം ഞാൻ അതിൽ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്, ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇതൊക്കെ എല്ലാം ഞാൻ കൊടുത്ത ലെവൽസാണ് ലാസ്റ്റ് വീഡിയോയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെ പെർഫോം ചെയ്തിട്ട് നോക്കിയെങ്കിൽ 1 hour ചാർട്ടിലേക്കാണ് നമുക്ക് കിടക്കാം. യെസ്, ഞാൻ കൊടുത്ത ലെവൽസ് എന്തായിരുന്നു? റെഗുലർ വ്യൂവേഴ്സ് കമൻറ്റ് ചെയ്തുകൊണ്ട് പറയാം. എന്തായിരുന്നു? 51,250 to 350 സെല്ലിംഗ് സോണാണ്. നിങ്ങൾ കറക്റ്റായിട്ട് വീണ്ടും വീഡിയോയിൽ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ലിംഗ് സോണാണ്. അവിടെ നിന്ന് ഒരു സെല്ലിംഗ് ജനറേറ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ അബവ് 51,350 അബവ്. സോ ഇനി സെല്ലിംഗ് സോൺ നമ്മുടെ ഇനി എന്തായാലും ഓൾമോസ്റ്റ് അവിടെ നിന്നൊരു സെല്ലിംഗ് ജനറേറ്റ് ആയി, അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ എന്തായാലും മാറ്റാം. ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഈ ലെവലിൻ്റെ ബ്രേക്ക് ഔട്ട് ആയി, ബട്ട് സസ്റ്റെയിൻ ആയില്ല, താഴേക്ക് കൊണ്ടുവന്നു. സെല്ലിംഗ് പ്രഷർ എന്തായാലും ജനറേറ്റ് ആകുമല്ലോ, അത് കാഷ്വലാണ്. എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു അവിടെ നിന്ന് ഒരു സെല്ലിംഗ് ജനറേറ്റ് ആവേണ്ടതാണ് 51,350. ഓക്കെ, ഇനി നാളെ വീണ്ടും ഇനി പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഇവിടുന്ന് ബൈ ആയിരിക്കുള്ളൂ. റീസൺ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ സപ്പോർട്ട് അതിൻ്റെ സപ്പോർട്ട് സോണാണ് 51,950. അതിൻ്റെ റീസൺ കൊണ്ട് ഈ കണ്ടോളൂ 51,000 ആക്കി കേട്ടോ, കാരണം ഇവിടുന്ന് ഒരു ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയതാണ്. അതാണ് ഫ്രഷ് സെല്ലിംഗ് ഓർ ഫ്രഷ് ബൈങ്. ഏത് ക്യാൻഡിൽ നമുക്ക് കണ്ടാലും അങ്ങനത്തെ ക്യാൻഡിൽ കണ്ടാലും നമുക്ക് ആ ലെവൽ നല്ല മെയിൻ ആയിരിക്കും, കാരണം അവിടുന്ന് ഫ്രഷ് ഒരാൾ ഒരു പുതിയ ക്വാണ്ടിറ്റി അവിടുന്ന് ഇട്ടേക്കുന്നതാണ്. ഫ്രഷ് സെല്ലിംഗ് ആയാലും ഫ്രഷ് ബൈങ് ആയാലും. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ ഈ ഒരു റീസൺ ഇത് കൊണ്ടോ ഇവിടുന്ന് സെല്ലിംഗ് ജനറേറ്റ് ആയി, ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയതാണ്. സോ ഈ ലെവൽ മെയിൻ ആയിരിക്കും. ജസ്റ്റ് ഞാൻ ഒന്ന് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെയൊക്കെ ലെവൽസ് മാർക്ക് ചെയ്തു. സോ നാളെ ബൈ ചാൻസ് പ്രൈസ് താഴേക്ക് കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് ബൈ വരും. പിന്നെ റെസിസ്റ്റൻസ് ഇത് തന്നെയാണ് 1 or 2 നമ്മൾ 51,250 to 350. ദെൻ ഇതിൻ്റെ അബവ് പ്രൈസ് ആണെങ്കിൽ സഡൻ നമുക്ക് ഒരു ജമ്പ് കാണാം 51,550 and 850 വരെ. കാരണം അതെന്ന് വെച്ചാൽ ഹ്യൂജ് ട്രെൻഡ് ലൈൻ നമ്മുടെ ആ ഒരു ഞാൻ ലാസ്റ്റ് 1 വീക്കായിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് ബ്രേക്ക് ഔട്ട് ആയി. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ആയി, ബട്ട് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഹെഡ് ആൻഡ് ഷോൾഡർ അതിന് ബ്രേക്ക് ഔട്ട് ആയി, പ്രൈസ് ഓൾമോസ്റ്റ് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് ആ ഒരു റീസൺ കിട്ടുന്നില്ല. ഐ തിങ്ക് എനിക്ക് അത് തന്നെ പറയാനുള്ള റീസൺ കിട്ടുന്നില്ല ഇവർക്ക് പ്രൈസിന് ജമ്പ് ചെയ്യാൻ, മനസ്സിലായോ? സഡൻ ജമ്പ് ചെയ്യാൻ. അതാണ് ആ ഒരു ചെറിയൊരു വീക്ക്നെസ് കാണുന്നത്. അല്ലെങ്കിൽ ശരിക്കും ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് പറക്കേണ്ടതായിരുന്നു. പിന്നെ യെസ്, ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെ ഫോം ആയിട്ടുണ്ട്, ബട്ട് അത് പ്രൈസ് അബവ് ആണ്. ഷൂട്ടിംഗ് സ്റ്റാർ ഇവിടെ മറ്റേ ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ആയത്. സോ പോസിബിളാണ് ചെറിയൊരു ചിലപ്പോൾ താഴേക്ക് വന്നിട്ട് പിന്നെ ബൈങ് വരും. നമ്മൾ നോക്കാം, നമുക്കതൊന്നും എക്സാക്ട്ലി ഒന്നും പറയാൻ പറ്റില്ല. സംതിങ് ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് തന്നെ ഇതിൻ്റെ ടേ ഹൈ അബവ് 51,350 അബവ് സസ്റ്റെയിൻ അബവ് ഓപ്പണിംഗ് ആണെങ്കിൽ, ചിലപ്പോൾ ഓപ്പണിംഗ് ഇതിൻ്റെ അബവ് ആണെങ്കിൽ 51,350 അബവ് ഓപ്പണിംഗ് നമുക്ക് കിട്ടുവാണെങ്കിൽ ദെൻ ഇത് സപ്പോർട്ടായിട്ട് മാറും. ഈ രണ്ട് സപ്പോർട്ടായിട്ട് ഓപ്പണിംഗ് എവിടെ ആവുന്ന ഓപ്പണിംഗ് ഇവിടെ ആണെങ്കിൽ ദെൻ ഇത് സപ്പോർട്ടായിട്ട് മാറും. ഇവിടുന്ന് ചെറിയ സെല്ലിംഗ് ആയിട്ട് ദെൻ ഇവിടുന്ന് ഫ്രഷ് ബൈങ് ചെയ്യാം. ഇതിൻ്റെ അബവ് ഓപ്പണിംഗ് ആണെങ്കിൽ ദെൻ ഇത് സപ്പോർട്ടായിട്ട് മാറും. ഇത് ബ്രേക്ക് ആണെങ്കിൽ പിന്നെ ഇതും സപ്പോർട്ടായിട്ട് മാറും. ഓക്കെ, ദെൻ ഇവിടുന്ന് ബൈങ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് 51,000 നെക്സ്റ്റ് ലെവൽ 51,560 ആ ഒരു റേഞ്ച് ആയിരിക്കുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 51,850. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ബുള്ളിഷ് ആവുക, ഞാൻ അതിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബുള്ളിഷ് ആവണം ടിൽ ഈ 50,800 ബ്രേക്ക് ആവണം. അത് നമ്മളിപ്പോൾ മേജർ സപ്പോർട്ട് സോണാണ് ബാങ്ക് നിഫ്റ്റി 50,800. റീസൺ 51,800 ഇവിടുന്ന് കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ്, വീണ്ടും റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻറ്റ് ടു ബ്രേക്ക് ഔട്ട്, ദെൻ വീണ്ടും റെസിസ്റ്റൻസ്, സപ്പോർട്ട്.
കണ്ടോ? അപ്പോൾ ആ ഒരു ലെവൽ നല്ലൊരു ലെവലാണ് 50,800. അത് ബ്രേക്ക് ആയാൽ അതിൻ്റെ വിലോ പോയാൽ മാത്രമേ നമ്മൾ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബിയറിഷ് ആവുള്ളൂ. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ റിപ്ലൈ തീർച്ചയായിട്ടും തരും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്.